എന്താണ് പോയി സാറേ, നമുക്കൊന്നുമില്ല, തുണിയും കൂടി ഇല്ല മാറ്റി കിട്ടാൻ. എവിടെ പോകും ഞങ്ങൾ? ടീച്ചേഴ്സ് ആക്കാ പറയുന്നുണ്ട്, ടീച്ചേഴ്സായ ഞങ്ങൾ എവിടെ പോകും? വീടുമില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് എവിടെ പോകുന്നത്? എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായിക്കുക ഗവൺമെൻറ്. സഹായങ്ങളൊക്കെ വരും കേട്ടോ, എന്തെങ്കിലും സഹായങ്ങളൊക്കെ വരും കേട്ടോ, എന്തെങ്കിലുമൊക്കെ വരും. ഗ്ലാസ് അടക്കില്ല മോനെ മുക്കി കുടിക്കാൻ. ചൂരൽമല നിങ്ങൾ പോയാ? ചൂരൽമല നിങ്ങൾ പോയാ? അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് റോഡിൽ നിന്ന് സ്ഥലങ്ങളാണ്. കൂടെ ആളുണ്ടായിരുന്നോ? ഞങ്ങൾ പാടിക്കാരൊക്കെ ഉണ്ടായി. ഇത് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഓടി കഴിച്ചിലായി. പിന്നെ രണ്ടാമത്തെ പൊട്ടലിൽ ഞങ്ങൾ ആസ്പത്രിൻ്റെ ഉള്ളിലാണ്. അത് ഭയങ്കര പൊട്ടൽ പൊട്ടി. രണ്ടാമത്തെ പൊട്ടലാണ് ഭയങ്കര പൊട്ടും. ഓരോ മരം വന്ന് കിടക്കുന്നത് കാണണം. എൻ്റെ ജീവി. അമ്മ എപ്പോഴാണ് ഇവിടെ ആശുപത്രിയിലെത്തിയത്? 5 മണിയായി ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ. ഇവിടെ എല്ലാം കയറിൽ കെട്ടി കൊണ്ടുവന്ന്. കയറിലാണോ കരക്കെത്തിച്ചത്? നിങ്ങളപ്പോ കണ്ടില്ല അതൊന്ന്? എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടാവുന്നത് അമ്മ? ഇത് ഒരു 10. ഉറങ്ങുമായിരുന്നു ആ സമയത്ത്? ഞങ്ങള് തണുപ്പിൽ കിടക്കായിരുന്നു, സ്ഥലമല്ലാണ്ട് സാറേ. ഇങ്ങനെ തണുപ്പിൽ ആശുപത്രിയില്ല, തണുപ്പിൽ നിലത്ത് കിടന്നു. അപ്പോണ്ട് ഒരു 10 മണി 11 മണി ആയപ്പോൾ ഞങ്ങൾ കിടന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, വെള്ളം വരും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നുണ്ട് നമ്പൊരു പൊട്ടലോ ബൂ പറഞ്ഞിട്ട് ഒച്ച കേട്ട് സാറേ. അപ്പം ഞങ്ങൾ എന്ത് കാണിച്ചറിയോ? അയ്യോ ഇതെന്താ ഇങ്ങനത്തെ ഒരു ഒച്ച കേൾക്കണ്ടല്ലോ, കാറ്റും അല്ല, കാറ്റിങ്ങനല്ല പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് കറുത്ത വെള്ളം വന്നിക്കണ് ഞങ്ങൾ കിടക്കുന്ന സ്ഥലത്തൊക്കെ. എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ നേരം ഒളിപ്പിച്ചിട്ട് വന്ന് സാറേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ബോംബ് പൊട്ടി. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണം സാറേ. ഞങ്ങൾക്ക് വീടില്ല, കുടിയില്ല, എന്ത് ചെയ്യും ഞങ്ങൾക്ക്? സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യപ്പെടുകയാണ്. ഇവിടെയുള്ള ആളുകൾ വളരെ വിഷമത്തിലാണ്. കാരണം ഇന്നലെ ഉറങ്ങിക്കിടന്നപ്പോൾ വീട്ടിൽ അന്തി ഉറങ്ങിയതാണ്. പക്ഷേ നേരം വെളുത്ത് അല്ലെങ്കിൽ രാത്രി പാതിയായപ്പോൾ തന്നെ വീടെല്ലാം നഷ്ടപ്പെട്ട്, കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത് എന്നുള്ളതാണ് വേറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഈ മേപ്പാടി വിംസ് ആശുപത്രിയിൽ ഇത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. സമാനമായ രീതിയിൽ ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ഇത്തരം നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. നിലവിൽ 132 പേരാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 9 പേർ നിലവിൽ തീവ്ര. ദുരന്തത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന, അതിന്റെ ഭീകരത ഭയാനകത വ്യക്തമാക്കുന്ന വരികളാണ് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉറ്റവരെ ചേർത്ത് വെച്ച് ഉറങ്ങാൻ കിടന്നവരാണ്. ഒരു നിമിഷം കൊണ്ട് കിടന്ന വീടില്ല, ചേർത്ത് പിടിച്ച പലരുമില്ല. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ഇടത്ത് ഉയരങ്ങളുള്ള ഇടത്തേക്ക് മാറി നിന്നത് കൊണ്ട് മാത്രം ജീവൻ ബാക്കിയായവരാണവർ. ഇപ്പോഴും നിസ്സഹായതയുടെ ആ സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്തിലാണ് അവരുള്ളത്. ചികിത്സയിൽ കഴിയുന്നവർ ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നറിയാതെ രാത്രി കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഉടുതുണിയല്ലാതെ അതിനപ്പുറത്തേക്ക് ചേർത്ത് വെക്കാൻ ഒന്നും കഴിയാതെ പ്രാണരക്ഷാർത്ഥം ഓടിയ മനുഷ്യരുടെ വൈകാരികമായ പ്രതികരണങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കേട്ടത്. ഏകദേശം 1 മണിയോടുകൂടി ഉരുൾപൊട്ടലുണ്ടായി. പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ശക്തമായ കാറ്റടിക്കുന്ന ധാരണയിൽ പുറത്തിറങ്ങിയവരാണ്. അപ്പോഴാണ് കറുത്ത ഇരുണ്ട നിറത്തിൽ വെള്ളം ഒലിച്ചു വരുന്നത് കാണുന്നത്. ഒന്നും പ്രാണനൊഴികെ ബാക്കി ഒന്നും ചേർത്ത് പിടിക്കാനാകാതെ പ്രാണരക്ഷാർത്ഥം ഓടുക അവരുടെ ആ ഭീകരത ഭയാനകതയാണ് ആ വരികളിൽ നിന്ന് വ്യക്തമായത്.